എസ് അല്ലെങ്കിൽ KS അല്ലെങ്കിൽ SSC, റെയിൽവേ തുടങ്ങി ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സർവീസ് മാത്രം ഉദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ചെയ്താൽ മതി. സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നവർക്ക് വലിയ ഒരു സംശയം സാധാരണ ഉണ്ടാകുന്നത് അവരുടെ ഓപ്ഷണൽ പേപ്പറിനെ കുറിച്ചാണ്. ഓപ്ഷണൽ പേപ്പറിന് വളരെ പ്രാധാന്യമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ടോട്ടൽ മെയിൻസ് പരീക്ഷയ്ക്ക് 2750 മാർക്കാണ് ഉണ്ടാകുന്നത്. അതിൽ 500 മാർക്കും ഈ ഓപ്ഷണൽ പേപ്പറിൽ നിന്നാണ് ലഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല GS പേപ്പറിനേക്കാളും കൂടുതൽ സ്കോർ ചെയ്യാൻ ഓപ്ഷണൽ പേപ്പറിൽ നമുക്ക് സാധിക്കും. 400+ മാർക്സ് സാധാരണ നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പഠിച്ചവർക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ ഓപ്ഷണൽ പേപ്പർ എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ചില ക്രൈറ്റീരിയകളുണ്ട്. ഒരു 5 ക്രൈറ്റീരിയകൾ പറയാം. ഒന്ന്, നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റില് നമുക്ക് നല്ല ഇൻട്രസ്റ്റ് വേണം. ഇൻട്രസ്റ്റ് ഇല്ലാതെ നമുക്കൊരു സബ്ജക്റ്റ് കൂടുതൽ പഠിക്കാൻ കഴിയില്ല. ചില ആളുകൾ സ്കോറിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ എടുക്കുന്നുണ്ട്, പോപ്പുലർ സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ചില സബ്ജക്റ്റുകൾ എടുക്കും. പക്ഷെ ആ കുട്ടിക്ക് അത് എളുപ്പമായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആദ്യം തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു വിഷയമാണ് എടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തത്, അതിൽ സ്റ്റഡി മെറ്റീരിയൽസും നല്ല രൂപത്തിലുള്ള ഗൈഡൻസും നമുക്ക് ലഭിക്കണം. മൂന്നാമത്തത്, ചില അഡ്വാൻറ്റേജസുകൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഉദാഹരണത്തിന് ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമി, കറണ്ട് അഫയേഴ്സ്, ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ് ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് GS പേപ്പറിനും കൂടെ അത് ഉപയോഗപ്പെടും. ഇത് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം, എക്കണോമിക്സ് എടുക്കുന്ന ആളാണെങ്കിൽ ഇന്ത്യൻ എക്കണോമിക് സർവീസും കൂടെ എഴുതാം. ഇനി സയൻസ് സബ്ജക്റ്റ്, ഇപ്പൊ ജോഗ്രഫി എന്ന് പറയുന്ന സയൻസ് സബ്ജക്റ്റ് ആണ് പരിഗണിക്കുക. ഈ സയൻസ് സബ്ജക്റ്റ് എടുക്കുന്നവരാണെങ്കിൽ IFS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും കൂടെ എഴുതാം. ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജുകൾ നമ്മൾ പരിഗണിച്ചാൽ നല്ലതാണ്. അധിക വിദ്യാർത്ഥികളും മലയാളം ഓപ്ഷനിൽ തിരഞ്ഞെടുക്കാറുണ്ട്. മലയാളം ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ഏത് ഓപ്ഷണൽ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പേയും അതിന്റെ സിലബസ് കംപ്ലീറ്റ് മനസ്സിരുത്തി വായിച്ചു നോക്കണം. രണ്ടാമത്തത്, അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു 10 വർഷത്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കറക്റ്റ് ആയിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കണം. പറ്റുമെങ്കിൽ കുറച്ച് മെറ്റീരിയൽസ് ഓൺലൈനായിട്ടോ മറ്റോ ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. കൂടാതെ ഇതേ സബ്ജക്റ്റ് എടുത്ത, ഓപ്ഷണൽ സബ്ജക്റ്റ് എടുത്ത ആളുകളുടെ അനുഭവങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് ആയിട്ട് ലഭിക്കും. അതും കൂടെ കേട്ടു നോക്കണം. എന്നിട്ടാണ് നമ്മൾ ഒരു ഓപ്ഷണൽ പേപ്പർ ഫൈനലാക്കേണ്ടത്. ഇനി നിങ്ങൾ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടില്ലാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ, നിങ്ങൾ സിവിൽ സർവീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സർവീസ് മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഡിഗ്രി സബ്ജക്റ്റ് അഥവാ നിങ്ങളുടെ UGക്ക് സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റും ഓപ്ഷണൽ പേപ്പറും ഒന്നു തന്നെ ആവണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അതുകൊണ്ട് നമുക്ക് 2 അഡ്വാൻറ്റേജ് ആണ്, അല്ലേ? പക്ഷെ അത് നിങ്ങൾ ഗവൺമെന്റ് സർവീസ് മാത്രം, പ്ലാൻ എ, ഒരു പ്ലാൻ മാത്രമേ ഉള്ളൂ. IAS അല്ലെങ്കിൽ KS അല്ലെങ്കിൽ SSC, റെയിൽവേ തുടങ്ങി ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സർവീസ് മാത്രം ഉദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ചെയ്താൽ മതി. അഥവാ ഡിഗ്രിക്ക് നിങ്ങൾ എടുക്കുന്നതും നിങ്ങളുടെ ഓപ്ഷണൽ പേപ്പറും ഒരേ സബ്ജക്റ്റ് തന്നെ ആയാൽ നല്ലതാണ്. ഇനി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഓപ്ഷണൽ പേപ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു UG കംപ്ലീറ്റ് ചെയ്ത ഒരാൾ സിവിൽ സർവീസിന് വേണ്ടി ഫുൾ ടൈം ഇരുന്ന് പഠിക്കുകയാണ്, അടുത്ത വർഷം എക്സാം എഴുതണമെന്ന് ആഗ്രഹത്തിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷണൽ പേപ്പറിൽ ഒരു PG കൂടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെക്കണം. കാരണം PG നിങ്ങൾ എന്തായാലും ഓൾറെഡി സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ PG എക്സാം മാത്രം പോയി എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ കഴിയും. അതിന്റെ കൂടെ നിങ്ങൾക്ക് UGCന്റെ നെറ്റ് എക്സാമും എഴുതാം. എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു കരിയർ ഗ്യാപ്പ് നമുക്ക് ഒഴിവാക്കാം. രണ്ടാമത്തത് UGC നെറ്റൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ കേസ് നമുക്ക് സിവിൽ സർവീസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ 1-2 വർഷം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നാൽ പോലും നമ്മൾ ഒരു PhD നമുക്ക് ജോയിൻ ചെയ്യുകയും അതിന്റെ ഫെലോഷിപ്പ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാനും അവസരം ഉണ്ടാകും. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പേ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനൽ ലഭിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സി യു ഓൾ. താങ്ക് യു.